വീണ്ടും പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധത്തിന്റെ അരികിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ സൈനിക സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മേഖലയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാൻ അമേരിക്കയുടെ മധ്യസ്ഥയിൽ രൂപീകരിച്ച താൽക്കാലിക വെടിനിർത്തൽ കരാർ പൂർണ്ണമായും ലംഘിക്കപ്പെടുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവെന്നോണം ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള ഒരൊറ്റ ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ മണ്ണിലേക്ക് നടത്തുന്ന മൂന്നാമത്തെ വിജയകരമായ ഡ്രോൺ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ തുടർച്ചയായ പ്രഹരങ്ങൾ ഇസ്രായേലിന്റെ പ്രതിരോധ വ്യൂഹങ്ങളെ ഒരേ സമയം ഞെട്ടിക്കുകയും കനത്ത പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ലബനീസ് അതിർത്തിയോട് ചേർന്നുള്ള അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഇസ്രായേലിന്റെ സൈനിക മേഖലയ്ക്ക് നേരെയാണ് ഹിസ്ബുള്ളയുടെ അത്യാധുനിക ഡ്രോൺ പതിച്ചത്. ആക്രമണത്തെ തുടർന്ന് അപ്പർ ഗലീലി മേഖലയിലെ ഒട്ടനവധി ജനവാസ കേന്ദ്രങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലും വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ ഒരേ സമയം മുഴങ്ങി തുടങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ മൂന്നാം തവണയും ആകാശത്തു നിന്നും മരണദൂതുമായി ശത്രുവിന്റെ പൈലറ്റില്ലാത്ത വിമാനങ്ങൾ എത്തിയെന്ന വാർത്ത അതിർത്തി നിവാസികൾക്കിടയിൽ വലിയ തോതിലുള്ള പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. ഈ കൃത്യമായ ആക്രമണത്തിൽ ആർക്കും ജീവഹാനിയോ പരിക്കുകളോ സംഭവിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഹിസ്ബുള്ളയുടെ ഈ നീക്കം ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഉയർത്തുന്നത്. ഇസ്രായേലിന്റെ വിഖ്യാതമായ അയൺ ഡോം ഉൾപ്പെടെയുള്ള ആധുനിക റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് വളരെ താഴ്ന്നു പറക്കുന്ന ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ എങ്ങനെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നു എന്നത് പെന്റഗണെയും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. തങ്ങളുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ ഹിസ്ബുള്ള വൻതോതിൽ പരിഷ്കരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ അതീവ പ്രയാസപ്പെട്ടുണ്ടാക്കിയെടുത്ത വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴാണ് ഈ കടുത്ത ഏറ്റുമുട്ടലുകൾ നടക്കുന്നത് എന്നത് നയതന്ത്ര ലോകത്തെ അമ്പരപ്പിക്കുന്നുണ്ട്. വെടിനിർത്തലിന്റെ മറവിൽ ഇരുപക്ഷവും തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ കൈവരിക്കാനാണ് ശ്രമിക്കുന്നത്. കരാർ ലംഘിച്ചുകൊണ്ട് തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും വിപുലമായ സൈനിക നടപടികൾ തുടരുകയാണ്. ഹിസ്ബുള്ളയുടെ ഒളിത്താവളങ്ങളും തുരങ്കങ്ങളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി ലെബനീസ് അതിർത്തി ഗ്രാമങ്ങളിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണങ്ങളും ബോംബുകൾ ഉപയോഗിച്ചുള്ള നിയന്ത്രിത സ്ഫോടനങ്ങളും നടത്തിവരുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ നിരന്തരമായ അതിക്രമങ്ങൾക്ക് തങ്ങൾ നൽകുന്ന കൃത്യമായ മറുപടിയാണ് ഈ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ എന്നാണ് ഹിസ്ബുള്ളയുടെ വാദം. തങ്ങളുടെ ഭൂമിയിലേക്ക് ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറുന്നത് അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേൽ മണ്ണിലെ ഒരു സൈനിക താവളവും സുരക്ഷിതമായിരിക്കുകയെന്ന് ഹിസ്ബുള്ള നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നു. കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ടിട്ടും ഹിസ്ബുള്ളയുടെ കമാൻഡ് ഘടനയും ആക്രമണശേഷിയും ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുവെന്നാണ് ഒരൊറ്റ ദിവസം കൊണ്ട് നടന്ന ഈ 3 ആക്രമണങ്ങൾ വ്യക്തമാക്കുന്നത്. മാസങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾ കാരണം അതിർത്തി മേഖലകളിൽ നിന്നും 10,000-കണക്കിന് ഇസ്രായേലി പൗരന്മാരെ നേരത്തെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി വരാൻ തയ്യാറെടുത്ത ജനങ്ങളെ ഈ പുതിയ ഡ്രോൺ വേട്ട വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. തങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമാക്കാതെയും ഹിസ്ബുള്ളയുടെ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കാതെയും നാട്ടിലേക്ക് മടങ്ങില്ല എന്ന നിലപാടിലാണ് ഇവിടുത്തെ നിവാസികൾ. തെക്കൻ ലെബനനിലെ സ്ഥിതി ഇതിലും ദയനീയമാണ്. ഇസ്രായേൽ സൈന്യം നടത്തുന്ന നിയന്ത്രിത സ്ഫോടനങ്ങളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒട്ടനവധി ഗ്രാമങ്ങളും ജനവാസ കേന്ദ്രങ്ങളുമാണ് തവിടുപൊടിയാകുന്നത്. ഹിസ്ബുള്ള തങ്ങളുടെ ഒളിത്താവളങ്ങളായി ഉപയോഗിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ഇവിടുത്തെ വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കുന്നത്. ഇത് ലെബനനിൽ വലിയൊരു മാനുഷിക പ്രതിസന്ധിക്കും ലക്ഷക്കണക്കിന് ആളുകളുടെ ആഭ്യന്തര പലായനത്തിനും കാരണമായിട്ടുണ്ട്. ഈ പ്രാദേശിക സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള നയതന്ത്ര നീക്കങ്ങൾ സജീവമാണ്. ഫ്രാൻസും അമേരിക്കയും ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര സമിതി ഇരുപക്ഷത്തോടും ആത്മസംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ ഇസ്രായേലോ ഹിസ്ബുള്ളയോ തയ്യാറാകുന്നില്ല. നയതന്ത്ര ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ലെബനൻ സർക്കാരിന് ഹിസ്ബുള്ളയുടെ സൈനിക നീക്കങ്ങൾക്ക് മേൽ യാതൊരുവിധ നിയന്ത്രണവുമില്ലാത്തത് ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് പിന്നിൽ ഇറാന്റെ ശക്തമായ സാമ്പത്തിക സൈനിക പിന്തുണയുണ്ട് എന്നത് ഈ സംഘർഷത്തിന്റെ ആഴം കൂട്ടുന്ന പ്രധാന ഘടകമാണ്. ഇറാന്റെ അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും സിറിയ വഴി ലെബനനിലേക്ക് ഇപ്പോഴും ഒഴുകിയെത്തുന്നുണ്ടെന്നാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് വിലയിരുത്തുന്നത്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും അടിച്ചമർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഇറാൻ ഇസ്രായേൽ അതിർത്തിയിൽ
കൂടുതൽ മേധാവിത്വം നൽകുന്ന ഭയം ബെന്യാമിൻ നെതന്യാഹു ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ലെബനനിലെ സൈനിക നീക്കങ്ങൾ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായേക്കില്ല. സൈനിക വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഹിസ്ബുള്ള ഇപ്പോൾ ഉപയോഗിക്കുന്ന തന്ത്രം ഇസ്രായേലിന്റെ പ്രതിരോധ ശേഷിയെ ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ്. തുടർച്ചയായി ചെറിയ ഡ്രോണുകളും റോക്കറ്റുകളും അയക്കുന്നതിലൂടെ ഇസ്രായേലിന്റെ വില കൂടിയ വ്യോമ പ്രതിരോധ മിസൈലുകൾ വൻതോതിൽ പാഴാക്കി കളയാൻ അവർക്ക് സാധിക്കുന്നു. കൂടാതെ നിരന്തരം സൈറണുകൾ മുഴങ്ങുന്നത് ഇസ്രായേലി സമൂഹത്തിൽ വലിയ മാനസിക സമ്മർദ്ദവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുന്നുണ്ട്. ഈ കുറഞ്ഞ ചിലവിലുള്ള യുദ്ധമുറ ഇസ്രായേൽ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ്. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ തങ്ങളുടെ തിരിച്ചടി കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത. ഹിസ്ബുള്ളയുടെ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും കമാൻഡ് ഓഫീസുകളും ലക്ഷ്യമിട്ട് ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള ലെബനന്റെ ആഴങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമസേന വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ സംഭവിച്ചാൽ വെടിനിർത്തൽ കരാർ പൂർണ്ണമായും റദ്ദാക്കപ്പെടുകയും മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. അമേരിക്കയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ സംഘർഷത്തെ സ്വാധീനിക്കുന്നുണ്ട്. വാഷിംഗ്ടണിൽ നിന്നും ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ പലപ്പോഴും ഇസ്രായേൽ അവഗണിക്കുന്ന മട്ടാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആരുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങില്ലെന്ന കടുത്ത നിലപാടിലാണ് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് സൈനിക നീക്കങ്ങളുമായി മുന്നോട്ടു പോകാൻ IDF-ന് അദ്ദേഹം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന തെക്കൻ ലെബനനിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇരുവിഭാഗവും തമ്മിലുള്ള കനത്ത വെടിവയ്പ്പുകൾക്ക് മുന്നിൽ അവർക്ക് നിഷ്ക്രിയരായി നോക്കി നിൽക്കേണ്ടി വരികയാണ്. പലപ്പോഴും സമാധാന സേനയുടെ താവളങ്ങൾക്ക് സമീപം വെച്ചാണ് ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും ഏറ്റുമുട്ടുന്നത്. ഇത് അന്താരാഷ്ട്ര സൈനികരുടെ സുരക്ഷയ്ക്കും വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. UN സുരക്ഷാ കൗൺസിലിന്റെ പ്രമേയങ്ങളൊന്നും അതിർത്തിയിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. മിഡിൽ ഈസ്റ്റിൽ കനത്ത യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടർന്നാൽ അത് ആഗോള വ്യാപാര മേഖലയെയും സമുദ്രപാതകളെയും തകിടം മറിക്കും. അതുകൊണ്ട് തന്നെ ലോകശക്തികളെല്ലാം അതീവ ആശങ്കയോടെയാണ് അപ്പർ ഗലീലിയിൽ നിന്നുള്ള ഓരോ വാർത്തകളെയും വീക്ഷിക്കുന്നത്. ഒരൊറ്റ ദിവസത്തിനുള്ളിൽ ഹിസ്ബുള്ള നടത്തിയ ഈ മൂന്നാമത്തെ ഡ്രോൺ പ്രഹരം മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. വെടിനിർത്തൽ കരാറുകൾ കേവലം കടലാസിൽ ഒതുങ്ങുകയും തോക്കുകളും ഡ്രോണുകളും അതിർത്തിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥ എത്രനാൾ തുടരുമെന്ന് പ്രവചിക്കാൻ സാധ്യമല്ല.